തീരുവ കുത്തനെ ഉയർത്തിയ തീരുമാനത്തിനു മുന്നിൽ കീഴടങ്ങാത്ത ഇന്ത്യയും ബ്രിക്സ് രാജ്യങ്ങളെയും അവഹേളിച്ച വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. തുടർച്ചയായി ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നവാരോ ഇത്തവണ ഇന്ത്യയെ രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷസെന്നാണ് അവഹേളിച്ചത്. ഇന്ത്യ സഖ്യകക്ഷിയായ ബ്രിക്സ് കൂട്ടായ്മയും കുറ്റപ്പെടുത്തിയാണ് നവാരോ വിവാദ പരാമർശം നടത്തിയത്. തെറ്റായ സാമ്പത്തിക വ്യാപാര രീതികളിലൂടെ ഇന്ത്യയും ബ്രിക്സ് രാജ്യങ്ങളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ യുഎസിൽ വിറ്റഴിച്ച രക്തമൂറ്റിയെടുക്കുന്ന രക്തരക്ഷസിനെ പോലെയാണ് പെരുമാറിയിരുന്നതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവായ നവാരോ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു. ചരിത്രപരമായി നോക്കുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം വെറുക്കുകയും കൊല്ലുകയും ചെയ്യുന്നുവെന്ന് നവാരോ ആരോപിച്ചു. യുഎസുമായി വ്യാപാരം ചെയ്യാതെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് അധികകാലം നിലനിൽക്കാനാകില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഏറെക്കാലം ഈ സഖ്യം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്കാർക്കും യുഎസിൽ സാധനങ്ങൾ വിറ്റഴിക്കാതെ നിലനിൽക്കാനാകില്ല എന്നും നവാരോ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയ നവാരോ ഇന്ത്യയും ചൈനയും പതിറ്റാണ്ടുകളായി യുദ്ധത്തിലാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ഇന്ത്യയിലെ ചെറുകിട കയറ്റുമതിക്കാർക്ക് തിരിച്ചടിയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഈ വ്യാപാരത്തിൽ നിന്നും പിന്മാറാത്തതാണ് യുഎസിനെ പ്രകോപിപ്പിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ വെട്ടിക്കുറയ്ക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചെങ്കിലും ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല. യുഎസിന്റെ കടുത്ത നീക്കത്തിനു പിന്നാലെ ഇന്ത്യ ചൈനയും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയിരുന്നു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച ചൈനീസ് റഷ്യൻ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സഖ്യമാണ് ബ്രിക്സ്. 2024 ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളും 2025 ഇന്തോനേഷ്യയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി. നേരത്തെ ചൈനയ്ക്കെതിരെയും രക്തരക്ഷസെന്ന പരാമർശം പീറ്റർ നവാരോ നടത്തിയിരുന്നു. അമേരിക്കയുടെ രക്തമൂറ്റാൻ സാധിക്കാതെ വന്നപ്പോൾ ചൈനീസ് രക്തരക്ഷസ യുകെയുടെയും യൂറോപ്യൻ യൂണിയന്റെയും രക്തമൂറ്റിയാണെന്നാണ് ഈ വർഷം മെയിൽ നവാരോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് 245% തീരുവ ചുമത്തിയിരുന്നു. ഇതോടെ ചൈന യൂറോപ്പുമായി വ്യാപാരം ശക്തമാക്കുകയും യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 125% നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു നവാരോയുടെ പ്രതികരണം. പിന്നീട് ഇരു രാജ്യങ്ങളും തീരുവയുടെ കാര്യത്തിൽ രമ്യതയിലെത്തിയിരുന്നു. താൽക്കാലികമായി തീരുവ കുറയ്ക്കുകയും ചെയ്തു. അതേസമയം 25% അധിക ചുങ്കമടക്കം നിലവിൽ ഇന്ത്യൻ വസ്തുക്കൾക്ക് 50%മാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന നികുതി. ഇതിൽ ഇനിയും വർധനയുണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്കൻ ഭരണകൂടം നൽകുന്നത്. ഇതുവഴി ഇന്ത്യക്കല്ല റഷ്യയ്ക്ക് നേരെ വലിയ തന്ത്രങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക താരിഫ് ചുമത്തുമെന്നാണ് വിവരം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇത്തരത്തിൽ അധിക നികുതി ഏർപ്പെടുത്തുക വഴി റഷ്യൻ വിപണി നിലംപൊത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.